എന്തുകൊണ്ടാണ് എൻ്റെ പാരൻസ് എൻ്റെ ലൈഫിനെ മിസറബിൾ ആക്കിയത്. അവരെന്നെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ മെച്ചപ്പെട്ടേനെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒന്നും ആകില്ലായിരുന്നു. ഒരുപാട് ഇത് എനിക്ക് പാരൻസിനെ കുറ്റപ്പെടുത്തുന്നു. സോ ദർ ഈസ് നോ ബാഡ് പാരൻറ്റിങ്. നമ്മുടെ പാരൻസിനെ ചൂസ് ചെയ്തു. നമ്മൾ ഇതിലൂടെയൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത് കൊണ്ടാണ്, ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പാരൻസിനെ നമ്മൾ ചൂസ് ചെയ്തത്. സോ അവരുടെ പാരൻറ്റിങ് ഒരിക്കലും മോശമായിട്ടല്ല. നിങ്ങളും ഒരു ബാഡ് പാരൻ്റ് അല്ല. ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാകും, ഞാൻ എൻ്റെ കുട്ടീനെ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല. ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മക്കളെടുത്തും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. സോ ദർ ഈസ് നോ ബാഡ് പാരൻറ്റിങ്. നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളൊരു നല്ലൊരു അച്ഛനും നല്ലൊരു അമ്മയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും വളരെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഇങ്ങനൊരു തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം ടു ഹീൽ. നിങ്ങളുടെ മദർ വൂൺസിനെയും ഫാദർ വൂൺസിനെയും ഹീൽ ചെയ്യാൻ ടൈമായി. സോ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ സ്റ്റാർട്ട് യുവർ ഹീലിംഗ്. മദർ വൂൺസിനെയും ഫാദർ വൂൺസിനെയും ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ലൈഫ് കുറേയും കൂടെ ഈസി ആവുന്നതായിട്ട് കാണാം. സോ സ്റ്റാർട്ട് യുവർ ഹീലിംഗ്.